ഞാൻ അജിത കെ, അന്വേഷിയുടെ പ്രസിഡൻ്റാണ്. കോഴിക്കോട് പ്രവർത്തിക്കുന്നു. ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി സഖാവ് ആനി രാജ, അവരെ വയനാട്ടിലെ സമ്മതിദായകർ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വേണ്ടി ശക്തിയുക്തം, നീതിക്ക് വേണ്ടി, മനുഷ്യാവകാശ സ്ഥാനങ്ങൾക്ക് വേണ്ടി, അതുപോലെ എല്ലാതരം വിവേചനങ്ങൾക്കുമെതിരായി ശക്തമായി പോരാടുന്ന ഒരു വനിതാ രത്നമാണ് സഖാവ് ആനി രാജ. CAA NRC വിരുദ്ധ സമരത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും ഓർമ്മിക്കും. നമ്മുടെ ഷഹീൻ ബാഗിലെ സമരം അവരോടൊപ്പമുണ്ടായിരുന്നു. ഡൽഹിയിലെ എല്ലാ മോദി വിരുദ്ധ സമരത്തിലും ആനി രാജ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനേക്കാളൊക്കെ പ്രധാനം, മണിപ്പൂരിൽ ഈ അടുത്ത കാലത്ത് അങ്ങേയറ്റം വംശഹത്യാപരമായ നടപടികൾ അവിടുത്തെ മുഖ്യമന്ത്രി, അവിടുത്തെ ഭരണകർത്താക്കൾ, BJPയുടെ ഭരണകർത്താക്കൾ സ്വീകരിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി പീഡിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി സംസാരിച്ചതും അവിടെ പോയതും ഒരു ടീമായിട്ട് പോയിരുന്നു. വൃന്ദാകാരാട്ട്, സുഭാഷിണി അലി, അങ്ങനെയുള്ള കുറേ വനിതാ സ്ത്രീരത്നങ്ങൾ മണിപ്പൂരിൽ പോയിരുന്നു. അതിൽ നേതൃത്വം വഹിച്ചത് തീർച്ചയായിട്ടും ആനി രാജയാണ്. ആനി രാജയെപ്പോലുള്ള ഒരു സ്ത്രീ നമ്മുടെ പാർലമെൻറ്റിലുണ്ടെങ്കിൽ കേരളത്തിൻ്റെ പോരാട്ടം, സ്ത്രീകളുടെ പോരാട്ടം അങ്ങേയറ്റം ശക്തിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആനി രാജയ്ക്ക് എല്ലാവിധ പിന്തുണയും ഞാൻ നൽകുന്നു. അവരെൻ്റെ സുഹൃത്തു കൂടിയാണ്. അതുകൊണ്ട് മാത്രമല്ല, അവരുടെ നിലപാടുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ സവർണ ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രം സ്ഥാപിക്കുക എന്ന അജണ്ടയെ തകർക്കാൻ ഇത്തരത്തിലുള്ള ആനി രാജയെ പോലുള്ള പോരാളികൾ നമുക്ക് വളരെ ആവശ്യമാണ്. അവർ പാർലമെൻറ്റിൽ എത്തിയേ തീരൂ. നിങ്ങളെല്ലാവരും എൻ്റെ ഈ അഭ്യർത്ഥന സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. വയനാട്ടിലെ സമ്മതിദായകർ ആനി രാജയെ വിജയശ്രീ ലാളിതയായി പാർലമെൻറ്റിലേക്ക് അയക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.